ചേരുന്നുണ്ട്. ജിസ്ന, നോക്കൂ, പ്രായമായ അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി സമരം ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത് ഇത്ര മണിക്കൂറുകൾ പിന്നിടുമ്പോൾ? തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ പ്രതിഷേധത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ഈ സമരം അതിശക്തമായി മഴയൊക്കെ അവഗണിച്ചു കൊണ്ടുപോവുകയാണ്. എന്തായാലും BJPയുടെ അതിശക്തമായൊരു സമര പോരാട്ടം. ഏറ്റവും എടുത്തു പറയേണ്ടത് നിരവധി അമ്മമാർ ഇവിടെയുണ്ട് എന്ന് പറയുന്നത്. അവരുടെ കുടുംബം മറന്ന്, കുട്ടികളെ മറന്നൊക്കെ തന്നെയും ഈ മഴയത്ത് വന്നിരിക്കുന്നു. അതും അയ്യപ്പന് വേണ്ടി എന്നാണ് അവർ പറയുന്നത്. കാരണം ഈ അമ്മമാരുടെയും ഈ ഇരിക്കുന്ന ചേച്ചിമാരുടെയും ഒക്കെ അവരുടെയൊക്കെ ആരാധ്യ ഭഗവാനാണ് ഭഗവാൻ അയ്യപ്പൻ. അയ്യപ്പൻ്റെ മുതലാണ് ഈ പിണറായി വിജയനും കൂട്ടരും കട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏതവനെ സംബന്ധിച്ചും ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവൻ ഏറ്റവും അധികം വേദനയും നോവുമുള്ളൊരു അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ തുടങ്ങി ഈ കോരിച്ചൊഴിയുന്ന മഴയത്തും ആയിരക്കണക്കിന് ആളുകൾ സെക്രട്ടറിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ കുത്തൊഴുകിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകളായിരിക്കും ഈ സെക്രട്ടറിയുടെ മുമ്പിൽ നിൽക്കാൻ പോവുക. നിരവധി അമ്മമാർ, നിരവധി സ്ത്രീകൾ. ഞങ്ങൾ ഇത്രയും സ്ത്രീകൾ വരുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അമ്മമാർ വന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ് ഈ മഴയത്ത്. കാരണം എല്ലാവരെ സംബന്ധിച്ച് പിണറായി വിജയനും കൂട്ടരും ചെയ്തിരിക്കുന്നത് അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കുകയാണ്, അവരുടെ ആചാരങ്ങളെ ഹനിക്കുകയാണ്. അതുകൊണ്ട് അവർക്കിത് താങ്ങുന്നതിനും സഹിക്കുന്നതിനും അപ്പുറത്താണ്. ആ വേദനയോടെ, ആശങ്കയോടെ കൂടിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. കാരണം അവർ പിണറായി സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയും അവർക്ക് ഏതറ്റം വരെ പോരാടാൻ തയ്യാറായിട്ടാണ് അമ്മമാരും എല്ലാവരും വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഈ സ്ത്രീ പ്രവേശന സമയത്ത് പോലും പിണറായി മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു ആവശ്യം എന്നൊരു ലേബൽ പതിപ്പിക്കുകയായിരുന്നു. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ സമര പോരാട്ടം നടത്തിയതും ഇത്തരത്തിൽ സ്ത്രീകൾ തന്നെയാണ്, അല്ലെങ്കിൽ അമ്മമാർ തന്നെയാണ്. അതുപോലെ തന്നെ വലിയ പങ്കാളിത്തം ഈ സമരത്തിനുമുണ്ട് എന്ന് തന്നെയാണ് BJPയുടെ ഈ സമരത്തെ ഏറ്റവും ശക്തമാക്കുന്നതും പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നതും. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ വിരോധാഭാസത്തിൻ്റെ ഉസ്താദാണ്. ഏത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണോ പോരാടുന്നത്, അതേ സ്ത്രീകളുടെ വികാരങ്ങൾ മാനിക്കാതെ ആചാര ലംഘനം നടത്താൻ ശ്രമിച്ച ആളാണ് പിണറായി വിജയൻ. ഏതോ ആക്ടിവിസ്റ്റ് സ്ത്രീകളുടെ പേരും പറഞ്ഞ് അവരെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ശബരിമലയിൽ കൊണ്ടുപോയി ആചാര ലംഘനം നടത്താൻ ശ്രമിച്ച പിണറായി വിജയന് ഇവിടുത്തെ യഥാർത്ഥ അമ്മമാരുടെ, യഥാർത്ഥ സ്ത്രീകളുടെ വേദന എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആശാ വർക്കർമാർ കിടക്കുന്നു. 258 ദിവസമായി. ഒന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് ഇത്രയധികം സ്ത്രീവിരുദ്ധതയുള്ള മറ്റൊരു ഗവൺമെൻറ് ഇല്ല. അതുകൊണ്ടാണ് ഇത്രയധികം ഒരു ജനപങ്കാളിത്തം, സ്ത്രീകളുടെ പങ്കാളിത്തം ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ സമരത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് പിണറായി വിജയനെ അയാളുടെ സിംഹാസനത്തിൽ നിന്ന് വലിച്ചു താഴാൻ പോകുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹമാണ്, അമ്മമാരാണ്. എടുത്തു പറയട്ടെ, ഈ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും മാത്രം കേന്ദ്രീകരിച്ചു പോകുന്നു എന്നതാണ് ഏറ്റവും സവിശേഷത. പക്ഷേ അതിൽ ഉൾപ്പെടുന്ന പ്രമുഖരായ വ്യവസായികൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ആളുകൾ ഉൾപ്പെടെ ഇപ്പോഴും മറനീക്കി പുറത്തു വരേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് ഈ രണ്ടുപേരെ മാത്രം വെച്ചുകൊണ്ടാണ്. അത് തീർച്ചയായും ഉന്നതരെ രക്ഷിക്കുവാനുള്ളൊരു ശ്രമമല്ലേ? തീർച്ചയായിട്ടും. ഇത് ആദ്യം മുതൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതാണ്. പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നത് തങ്ങളുടെ പങ്ക് ഒളിച്ചു വെക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതിനകത്ത് മുഖ്യമന്ത്രി ഇൻവോൾവാണ്, ക്ലിഫ് ഹൗസ് ഇൻവോൾവാണ്, ഇനിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ട് നമുക്കറിയില്ല. മന്ത്രിമാർ ഇൻവോൾവാണ്, അവരുടെ കുടുംബാംഗങ്ങൾ ഇൻവോൾവാണ്. ഒരു വലിയ റാക്കറ്റ് തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു ചെറിയൊരു കൂട്ടം ആളുകൾക്ക് ശബരിമലയിൽ വന്ന് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അല്ലെങ്കിൽ 1-2 പേർക്കോ ശബരിമലയിൽ വന്ന് സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചുകൊണ്ടുപോയി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ്. എങ്ങനെയാണോ പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത്, അതേപോലെ തന്നെ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, മന്ത്രിമാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒരു മുരാരി ബാബുവിനെ കാണിച്ചുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പിണറായി വിജയൻ കരുതണ്ട. അതിന് ഭാരതീയ ജനതാ പാർട്ടി സമ്മതിക്കാൻ പോകുന്നില്ല. തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ സമരം നടക്കുന്നു. രാവും പകലും മറന്നുകൊണ്ട് അമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ശരണമന്ത്രങ്ങൾ വിളിച്ചുകൊണ്ട് സ്വാമിയെ അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും സവിശേഷമായത്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്ത്രീകൾ ഈ സമരത്തിന് വേണ്ടി മുൻനിരയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ്. സ്ത്രീ പ്രവേശന സമയത്ത് പിണറായി വിജയൻ അടിച്ചേൽപ്പിച്ച ഒരു ലേബലുണ്ട്. അത് സ്ത്രീകളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി